അതിന് കുറെ ഇനി എനിക്ക് വേണം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? തരണം. ഇല്ലെങ്കിൽ നിങ്ങൾ കൊല്ലാൻ കൊല്ലാൻ പറ്റില്ല. ബഹളം നീ എന്തി കാണിക്കരുത്. തരണം. കാരണം പെണ്ണും കുട്ടികളും ചേർത്ത് എന്തിനാ മുതല്? ഞാനല്ലേ എന്റെ ഭർത്താവും കുട്ടികളായിട്ട് ജീവിക്കുന്നത്? അല്ലെ? ഇവനാണോ ജീവിക്കുന്നത്? അല്ലല്ലോ. എനിക്ക് തന്നേ പറ്റൂ. എനിക്ക് ഈ സ്വത്തല്ല എനിക്ക് മാത്രമാണ്. ചേച്ചിക്ക് തരാണെല്ലാം തന്നില്ലേ ചേച്ചി, പിന്നെ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത്? അച്ഛനെ ബുദ്ധിമുട്ടിക്കോളാം. അതിനൊക്കെ എന്താണ് അതിന്? ഈ ചെക്കന്റെ വാക്ക് നിങ്ങൾ ഇതാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എത്രയും കാലം നോക്കിയത് ഞാനാ, ചെലവിന് തരുന്നോ ഞാനാ. ഈ പൊട്ടനല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. മനസ്സിലാവണ്ട? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന്? ഞാനാ നിങ്ങൾക്ക് ചെലവ് തരുന്നത്. തരണം. തന്നേ പറ്റൂതേ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു മോനെ കൊണ്ട് ഒരു കാര്യമില്ല. അവന് പോലും ചെലവിനെടുക്കണം. ഞാനും എന്റെ കെട്ടിയോനും കൂടിട്ടാ. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഈ മോനക്ക് എന്തുകൊണ്ട് എന്താ കാര്യമുള്ളത്? രാവേര പകലെ പറഞ്ഞിട്ട് ഈ പൊട്ടനിക്ക് എന്തുകൊണ്ട് എന്താ കാര്യം? ഞാൻ ചോദിക്കാൻ മറുപടി പറയുന്നത്. ഇത്രയും കാലം നിങ്ങൾ നോക്കിണ്ടാക്കിയത് ഞാനാ. എന്റെ മക്കളും എന്റെ ഭർത്താവും കഴിക്കേണ്ട മുതലിനാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അത് നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ. പിന്നെ എന്താണ് നിങ്ങൾ തന്നെയാണ് പറഞ്ഞ് ജീവിക്കുന്നത്? നീ എന്താണ് എടുക്കാൻ നോക്കണത്? ഞാൻ എടുക്കും. കാണിക്കണമല്ലോ. 11 വരെ കാണിച്ചു. എനിക്കൊരു കോപ്പില്ലടാ. അവനും അവന്റെ എല്ലാം കാണിക്കണം. മൊത്തം കാണിക്കും. നിന്റെ തന്തനും കാണിക്കും. എല്ലാം കാണിക്കും. നിന്റെ തന്തനെ കൊല്ലാതെ ചേച്ചി ഇങ്ങനെ അച്ഛൻ എനിക്ക് എന്തിനാ നിന്റെ അച്ഛന്? അവസാനമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, മര്യാദക്ക് ഈ ഉള്ള മുതലും കൂടി എനിക്ക് ഒഴിച്ചു തന്നണം. ഈ ഏക്കർ കണക്കിന് സ്വത്ത് എനിക്ക് ഇവര് കൊടുക്കാൻ പറ്റില്ല. ഇത് എന്റെ അമ്മയുടെ അവകാശത്തിന് കിട്ടിയതാ. എനിക്ക് കിട്ടിയേ പറ്റൂ. ഒപ്പിടേ? എന്താ ഒപ്പിട്ടായി? ഒപ്പിട്ട് തന്നേ പറ്റേ. അച്ഛാ, ഞാൻ നല്ല രീതിക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. എനിക്ക് അതിന് ഞാൻ നിങ്ങളോട് നല്ല മലയാളത്തെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഇത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? ഈ ബുദ്ധി ബോധാണ് ഇതിന്റെ ചെക്കനിക്ക് വേണ്ടിട്ടോ. അതിനാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കരുത് അച്ഛാ. നമുക്ക് ആകപ്പാടുള്ള അത് മാത്രമല്ല, ഒപ്പിട്ട് കൊടുക്കരുത്. അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. ഇതാണ് നിങ്ങളുടെ അന്ത്യം. നിങ്ങൾ ഇത് എനിക്ക് അപ്പച്ച ഞാൻ പറയുന്നത് കേൾക്ക്. അപ്പച്ച ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ എനിക്കിത് എഴുതി ഒപ്പിട്ട് തന്ന കാലാകാലം വരെ ഞാൻ നിങ്ങളെ ഇതുപോലെ നോക്കും. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കേട്ടോ, ഈ പൊട്ടൻ ചെക്കന്റെ വാക്ക് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. മര്യാദക്ക് തന്ത എഴുതി തന്നു. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. അറിയാലോ സ്വഭാവം. കൊല്ലം തരില്ല. ചേച്ചി അടങ്ങേച്ചി. ഒന്നുമില്ല, സുഖമില്ലായിരിക്കുന്ന അച്ഛനല്ലേ ചേച്ചി? നിന്റെ ഒരു സുഖമില്ലാത്ത അച്ഛൻ. ചേച്ചി ഇങ്ങനെ വല്ലപ്പോഴും കയറി വന്ന് ഇങ്ങനെ അച്ഛനെ ഉപദ്രവിക്കുന്നത് എന്തിനാ? അപ്പച്ചനോട് എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവന്റെ വാക്ക് അപ്പച്ചൻ കേൾക്കണ്ട. ഞാൻ എടുക്കും. ഇത് ആൾക്കാർ കാണട്ടെ. ഇത് കാണണമല്ലോ. ഇത് ആൾക്കാർ കാണണമല്ലോ. ഒറ്റ ആള് കാണും. ഈ ചെക്കന്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട അപ്പച്ച. എന്റെ വാക്ക് കേട്ടോ. നാളെ മുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ പട്ടിണിയാണെന്ന് മറക്കണ്ട. ഞാൻ മലയാളത്തിൽ പറയേണ്ടത് നിങ്ങൾ പട്ടിണിയാണ്. ഇവന്റെ വാക്ക് കേട്ട് എനിക്ക് ഈ സ്വത്ത് എഴുതി തരാതിരുന്ന നിങ്ങൾ പട്ടിണിയാണ്. എനിക്ക് തന്നതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷെ ഈ ബുദ്ധിയും ബോധനും കെട്ടിയോടും മക്കളില്ലാത്ത ഇവന്റെ വാക്ക് നിങ്ങൾ കേട്ടാ ഉറപ്പിച്ചോ, നാളെ നിങ്ങൾക്ക് അന്ത്യം. എഴുതി കൊടുക്കരുത്. അത് എഴുതി കൊടുക്കരുത്. എന്റെ അപ്പച്ചനാണ്. പിന്നെ നിങ്ങളുടെ മാത്രമാണ് അപ്പച്ചൻ വരുന്നത്. ചേച്ചിന്ന് വിളിച്ച ആക്കോട്ടെ എന്നെ വേറെ ഒന്നും വിളിപ്പിക്കരുത്. എന്താ ചലച്ചാല് നിങ്ങൾക്ക് മാത്രം ചലിച്ചാൽ മതിയോ? നീ നിങ്ങൾക്കുള്ള അവകാശം പോലെ എനിക്കുണ്ട്. അപ്പച്ച അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. അപ്പച്ച എന്റെ വാക്ക് ഒപ്പിട്ട് കൊടുക്കരുത്. അപ്പച്ചൻ ഒപ്പിട്ട് തരും. ഒപ്പിട്ട് തരും. അപ്പച്ച നാളെ മുതൽ അപ്പച്ചന് ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ വീട്ടിലോട്ട് വരുമ്പോ ഈ നായനെ കൊണ്ടുവരണ്ട. കേട്ടല്ലോ? അപ്പച്ചനെ ഞാൻ നോക്കിക്കോളാം. നാളെ തന്നെ അപ്പച്ചൻ ഈ വീടിന് ഇറങ്ങിയിട്ട് എന്റെ ഊർക്ക് പോലെ കേട്ടാ. അവിടെ ഒരു ഷെഡില് അപ്പച്ചന് കഴിയാം. മരിക്കോണം കഴിയും. പോട്ടെ. പിന്നെ നിങ്ങളുടെ പെരട്ട മോന്റെ വാക്കും കേട്ട് നാളെ എനിക്ക് ഒപ്പിട്ട് തന്ന പേരിലെങ്ങാനും കോടതി, പോലീസ്, TV, പത്രക്കാര് പറഞ്ഞു എന്റെ പെരക്കകത്തോട്ടെങ്ങാനും വന്നാ തന്റെ കൊന്നു കളയാൻ പോലും മടിക്കില്ല ഞാൻ.
എടി എന്ത് പാവാണ് ഈ ചെയ്തത്? ചേച്ചി ഇതിനെന്തായാലും ഞാൻ ഇതിന് നിയമോട് നടപടി സ്വീകരിക്കും എന്തായാലും. പോടാ എന്ത് പോടാന്ന് സ്വത്ത് എന്ത് നിങ്ങൾക്ക് അവകാശപ്പെട്ടോണ കാര്യം ഞാൻ എനിക്ക് വേണ്ടു. ഇതുവരെ കെട്ടിച്ചവരെല്ലാം തന്നു വിട്ടതല്ലേ നിങ്ങൾക്ക്? എന്റെ വാക്ക് കേട്ടെ നിങ്ങളെങ്ങാനും ഇറങ്ങ തൊന്തേ മറക്കണ്ട. വിഷം തന്നിട്ടോ കഴുത്ത് മുറ്റിട്ട് ഞാൻ കൊന്നു കളയും നിങ്ങളെ. എന്നിട്ട് ഇവിടെ കെട്ടി തൂക്കും. ഒരു മനുഷ്യനെ വിട്ടറില്ല. ദേ ഈ പൊട്ടം പറഞ്ഞ ഒരു വാല്യൂ ഇല്ല. ചേച്ചി ഇതിപ്പോ എല്ലാം പറയുന്ന റെക്കോർഡാ. അതിന് ഇത് ഞാൻ നാട്ടുകാരെ അറിയിക്കും. നാട്ടുകാരെ അറിയിക്കും. നിങ്ങൾ മറക്കണ്ട. നാട്ടുകാരെ അറിയിക്കും. ചെക്കനെ ഇങ്ങനെ വിളയോടെ വിട്ടാ നാട്ടുകാരെ അറിയിക്കും ചേച്ചി. ഇനി ഭീഷണിപ്പെടുത്തിയൊന്നും വേണ്ട. കിട്ടാനുള്ള കിട്ടിയില്ലയോ? പോയിക്കോ. ഇനി എന്താന്നുള്ളത് എനിക്കറിയാം എന്താന്നുള്ളത് നോക്കാൻ. കിട്ടാനുള്ള കിട്ടിയില്ലയോ? എന്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ചേച്ചിക്ക് കിട്ടാനുള്ള നിങ്ങൾ കിട്ടിയില്ല. ആദ്യം മറക്കണ്ട കേട്ടോ. മറക്കണ്ട തന്നെ. ഇപ്പൊ ഉള്ളതോടെ അപ്പച്ചന് എഴുതി കൊടുത്തില്ലയോ? എഴുതി കൊടുത്തില്ലയോ? നീ എന്താന്ന് വെച്ചാ കാട്ട്. എന്റെ അപ്പച്ചനല്ലടാ എനിക്ക് എഴുതുന്നത്. നിനക്ക് എന്തിന്റെ കേടാടാ? ചേച്ചിക്കുള്ള അവകാശം പോലെ എനിക്കുണ്ടെന്ന്. ആ ഉണ്ടെങ്കിൽ നീ ഉണ്ടാക്കിക്കോടാ. എന്താ ഉണ്ടാക്കുന്നത്? നിങ്ങൾ വല്ലാണ്ട് ഇങ്ങനെ തുള്ളാൻ നിൽക്കണ്ട. നീ ആരും കേസാക്കും. ഞാനിത് കേസാക്കും. സ്വത്ത് ഞാൻ എഴുതി കേസ് നിങ്ങൾക്ക് കൊടുക്കടാ. മാത്രമല്ല അധികാരമുള്ള. നിങ്ങൾക്ക് മാത്രമല്ല അധികാരമുള്ള. നിങ്ങൾക്ക് മാത്രമല്ല അധികാരം. നിങ്ങളെ പോലെ എനിക്കുണ്ട് അധികാരം. ആയിക്കോട്ടെ. ആ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സംഭവം ശരിയാ. ഞങ്ങൾ ഭ്രാന്തനല്ലേ? ഭ്രാന്തന്റെ വാക്കിന് വില ഉണ്ടാവും. വില ഉണ്ടാവും. വില ഉണ്ടാവും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കോ? വിലയുണ്ടോ ഇല്ല എന്നുള്ളത് പട്ടി പോലും വിലയുണ്ടോ ഇല്ല എന്നുള്ളത് മനുഷ്യൻ കേക്കില്ലടാ. തെളിവുണ്ടല്ലോ. എന്തായാലും തെളിവുണ്ടല്ലോ. എന്തായാലും തെളിവുണ്ടല്ലോ. നമുക്കറിയാം എന്താന്നുള്ളത്. പിന്നെ അത് കാര്യമൊന്നുമില്ല. അച്ഛനിപ്പോ അല്ല സമാധാനമല്ല. ഉള്ളതൂടെ കൊടുത്തില്ലയോ? ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ അനുഭവിച്ചോ?